ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ചോദ്യപേപ്പറിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. അമീന അവളുടെ വീടിനടുത്തുള്ള തോട്ടത്തിലേക്ക് പോയി. അവിടെ പുല്ലുകൾക്കിടയിൽ ആരോ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആരാണെന്ന് നമുക്ക് കണ്ടെത്താം. ആക്ടിവിറ്റി 1, ഹയ്യ നർസുമു വനുലവ്വിനു വനക്തുബു. വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. താഴെയുള്ള ചിത്രം നോക്കൂ. ആരാണിവിടെ ഒളിച്ചിരിക്കുന്നത്? കൂട്ടുകാരെന്താണ് ചെയ്യേണ്ടത്? താഴെ കാണുന്ന ചിത്രത്തിൽ 1 മുതൽ 46 വരെയുള്ള കുത്തുകൾ യോജിപ്പിച്ച് നോക്കുക. അപ്പോൾ ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും. ആരാണ് ഒളിച്ചിരിക്കുന്നത്? ഒരു മുയലാണ് അല്ലേ? കൂട്ടുകാർ മുയലിനെ വരച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? മുയലിന് ഭംഗിയായി നിറം നൽകണം. അതിനുശേഷം താഴെ നൽകിയിരിക്കുന്ന സെന്റൻസ് പൂരിപ്പിക്കുകയും വേണം. എന്താണ് നൽകിയിരിക്കുന്നത്? ഹാദാ ഡാഷ്. എന്താണ് മുയലിന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അർനബുൻ. കൂട്ടുകാർ അർനബുൻ എന്നവിടെ എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. തോട്ടത്തിലെത്തിയ ആമിനയ്ക്ക് തോട്ടക്കാരൻ ധാരാളം പഴങ്ങൾ നൽകി. ഏതെല്ലാം പഴങ്ങളാണ് നൽകിയതെന്ന് നമുക്ക് എഴുതി നോക്കാം. ആക്ടിവിറ്റി 2, ഹയ്യ നക്തുബ്. എഴുതാം. കൂട്ടുകാർക്ക് പൂരിപ്പിക്കാനായി ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? അംബജുൻ മാമ്പഴം, ഫനസുൻ ചക്ക, ബിത്തീഹുൻ തണ്ണിമത്തൻ, റുമാൻ ഉറുമാമ്പഴം, തുഫാഹ് ആപ്പിൾ. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന പഴങ്ങൾക്കു നേരെ അതിന്റെ പേരുകൾ പൂരിപ്പിക്കാമല്ലോ. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ആപ്പിൾ ആണ് അല്ലേ? എന്താണ് ആപ്പിളിന് പറയുന്നത്? തുഫാഹ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു മാമ്പഴമാണ് അല്ലേ? മാമ്പഴത്തിന് എന്താണ് പറയുന്നത്? അംബജ്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ചക്കയാണ് അല്ലേ? ചക്കയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ഫനസ്. ഇനി നാലാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു തണ്ണിമത്തനാണ്. തണ്ണിമത്തന് എന്താണ് നമ്മൾ പറയുന്നത്? ബിത്വീഹ്. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിൽ എന്താണുള്ളത്? ഒരു ഉറുമാമ്പഴമാണ്. ഉറുമാമ്പഴത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? റുമാൻ. തോട്ടത്തിൽ വെച്ച് അമീന ആടിനെ കണ്ടു. അവൾ ആടിനോട് തന്റെ കൂടെ എപ്പോഴും കൂട്ടിനുണ്ടാകാറുള്ള കൊക്കിനെ കുറിച്ച് അന്വേഷിച്ചു. എന്തൊക്കെയാണ് ഇരുവരും സംസാരിച്ചിട്ടുണ്ടാവുക? ആക്ടിവിറ്റി 3, ഹയ്യ നൊഹാവിർ. അമീനയും ആടും തമ്മിലുള്ള സംഭാഷണമാണ് കൂട്ടുകാർ ഇവിടെ പൂരിപ്പിക്കേണ്ടത്. കൂട്ടുകാർക്ക് പൂരിപ്പിക്കാനായി ഇവിടെ 2 സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? സ്വബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ്, ഫിൽ ബുസ്താൻ തോട്ടത്തിൽ. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കാമല്ലോ. എന്താണ് അമീന ആടിനോട് ചോദിക്കുന്നത്? സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആട് എന്താണ് തിരിച്ചു പറയേണ്ടത്? സ്വബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ്. പിന്നീട് അമീന എന്താണ് ചോദിക്കുന്നത്? ഐനൽ ലഖ്ലഖ്, എവിടെ കൊക്ക്? അപ്പോൾ ആട് എന്താണ് തിരിച്ചു പറയുന്നത്? നമ്മൾക്ക് നൽകിയിരിക്കുന്ന സൂചനകളിൽ എന്താണുള്ളതെന്ന് നോക്കൂ. ഫിൽ ബുസ്താൻ. ആട് എന്താണ് അമീനയോട് പറയുന്നത്? പൂന്തോട്ടത്തിലാണ് കൊക്ക് ഉള്ളത് എന്നാണ്. എന്താണ് നമ്മളവിടെ പൂരിപ്പിക്കേണ്ടത്? ഫിൽ ബുസ്താൻ എന്നാണ് നമ്മളവിടെ പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇനി തോട്ടത്തിൽ കണ്ട അമീനയുടെ കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. ആക്ടിവിറ്റി 4, ഹയ്യ നുകമ്മിൽ. പൂരിപ്പിക്കാം. താഴെ നോക്കൂ. അമീനയുടെ കൂട്ടുകാരുടെ പേരുകളിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ നമ്മൾ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യത്തെ ചിത്രത്തിൽ ആരെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു തത്തയാണ് അല്ലേ? തത്തയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ബബഗാഉൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? ബ. ഇനി അടുത്തതായി ചിത്രത്തിൽ കാണുന്ന കൂട്ടുകാരൻ ആരാണ്? ഒരു കൊക്കാണ് അല്ലേ? കൊക്കിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ലഖ്ലഖുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ല. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിലെ കൂട്ടുകാരൻ ആരാണ്? ഒരു നായയാണ് അല്ലേ? നായയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? കെൽബുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? കെ. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിലെ കൂട്ടുകാരൻ ആരാണ്? ഒരു മുയലാണ് അല്ലേ? മുയലിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? അർനബുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ആ. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിൽ ആരാണുള്ളത്? ഒരു ആടാണ് അല്ലേ? ആടിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? കെബ്ഷുൻ.
അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? കെ. അമീന തോട്ടത്തിൽ കണ്ട കാഴ്ചകൾ എഴുതാൻ ശ്രമിച്ചു. നമുക്ക് അവളെ സഹായിക്കാം. ആക്ടിവിറ്റി 5 ഹയ്യ നുക്കമ്മിൽ പൂരിപ്പിക്കാം. എങ്ങനെയാണ് കൂട്ടുകാർ പൂരിപ്പിക്കേണ്ടതെന്ന് തത്തയുടേത് അവിടെ ഉദാഹരണമായി നൽകിയിട്ടുണ്ട്. എന്താണ് നൽകിയിരിക്കുന്നത്? ഫിൽ ബുസ്താനി ബബഗാഉൻ. ഇനി അടുത്തതായി ആരുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്? ഒരു താറാവിന്റെ ചിത്രമാണ് അല്ലേ? ഫിൽ ബുസ്താനി ഡാഷ്. എന്താണ് നമ്മൾ താറാവിന് പഠിച്ചിരിക്കുന്നത്? ബത്വത്തുൻ. ഫിൽ ബുസ്താനി ബത്വത്തുൻ. ഇനി അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആരെയാണ്? ഒരു മുയലിനെയാണ് അല്ലേ? ഫിൽ ബുസ്താനി ഡാഷ്. എന്താണ് നമ്മൾ മുയലിന് പഠിച്ചിരിക്കുന്നത്? അർനബുൻ. ഫിൽ ബുസ്താനി അർനബുൻ. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിൽ ആരാണുള്ളത്? ഒരു ആടാണ് അല്ലേ? ഫിൽ ബുസ്താനി ഡാഷ്. ആടിന് നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? കെബിഷുൻ. ഫിൽ ബുസ്താനി കെബിഷുൻ. ഇനി അടുത്ത ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? ഒരു നായയാണ് അല്ലേ? നായയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? കെൽബുൻ. ഫിൽ ബുസ്താനി കെൽബുൻ. അടുത്ത ചിത്രത്തിൽ ആരെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു കൊക്കാണ് അല്ലേ? ഫിൽ ബുസ്താനി ഡാഷ്. എന്താണ് കൊക്കിന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ലഖ്ലഖുൻ. ഫിൽ ബുസ്താനി ലഖ്ലഖുൻ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.